നമസ്കാരം. ഞാൻ അക്കീരമൻ കാളിദാസൻ പട്ടതിരിപ്പാട് ഒരു താന്ത്രിക പുരോഹിതനാണ്. കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളുടെ പ്രധാന പൂജാരിയായി പ്രവർത്തിക്കുകയാണ്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, തിരുവാറന്മുള ക്ഷേത്രം, പന്തളത്ത് കൊട്ടാരം ക്ഷേത്രം, അങ്ങനെ അനവധി ക്ഷേത്രം. ശങ്കരാചാര്യ സ്വാമികൾ വിരചിച്ച ഈ കനകധാര യജ്ഞം അക്ഷരാർത്ഥത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എറണാകുളത്ത് തന്നെ സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച കഥകളൊക്കെ നമുക്കറിയാം. സ്വർണ്ണത്ത് മന എന്നാണ് പറയുന്നത്. അവിടെ ഒരിക്കൽ ശങ്കരാചാര്യ സ്വാമികൾ ഭിക്ഷയുടെ ഭാഗമായി ചെല്ലുമ്പോൾ അവിടെ ഒന്നും കൊടുക്കാനില്ലാഞ്ഞിട്ട് അവിടുത്തെ അമ്മ ഒരു നെല്ലിക്ക കൊടുത്തു, സംതൃപ്തിയോട് കൊടുത്തു. അത് കഴിച്ച ഭഗവാൻ കനകധാരാസ്തവം ചൊല്ലിനാണ്. അങ്ങനെയാണ് സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച കഥയും പിന്നെ അത് സമ്പൽ സമൃദ്ധിയുടെ ഉത്തുംഗശൃംഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കഥയും ഒക്കെ പറയുന്നു. അതിൽ പറയുന്നുണ്ട്: ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സ്വപ്നഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോഗമിഷ്യാമി ദുഃഖേന ദൂരങ്കില. അതായത് ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു ദിവസം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായി മത്സരത്തിൽ കൂടി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്, ഇതൊന്നുമില്ല, ഒരു ദിവസം നമ്മളിവിടെ വിട്ടുപോകും എന്നാണ് പറയുന്നത്. ഈ യജ്ഞം വാസ്തവത്തിൽ നമ്മുടെ ഈ ആനുകാലിക വിഷയങ്ങൾക്ക് ഒരു പരിഹാരമാണ്. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറഞ്ഞില്ലേ, അദ്വൈതം ഈ ലോകത്തിന് രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്നാണ്. നമ്മളൊക്കെ പറയില്ലേ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ വായ, എൻ്റെ പല്ല്, രണ്ടില്ല ഒന്നാന്ന് പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികൾ വിരചിച്ച ഈ കനകധാരാസ്തവം എല്ലാം ഒന്നാണെന്ന് കാണിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ ഉദാഹരണം പറയുന്ന ഈ യജ്ഞം ഇന്ന് ഈ കലികാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. അപ്പൊ ആ യജ്ഞം അക്ഷരാർത്ഥത്തിൽ വിജയിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ, സമാജത്തിന്റെ ആവശ്യമാണ്. ഇതൊരു ഒന്നുമല്ല ഇവിടെ പറയുന്നത്, ഇതൊരു വലിയ സങ്കല്പമാണ്. ഭഗവാൻ പറഞ്ഞു രണ്ടില്ല ഒന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം എല്ലാ ആൾക്കാരും അവരവർക്കാവുന്നതിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം ഈ യജ്ഞപ്രസാദം ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം ധന്യമാക്കിയെടുക്കാൻ വേണ്ടി ഒരു വലിയ സംരംഭമാണ് നടക്കുന്നത്. അതിലെല്ലാവരും ഭാഗവാക്കാവണം. ക്രൈസ്തവനും മുസൽമാനൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. ഹൈന്ദവ സങ്കല്പങ്ങളുടെ അറിവും വ്യാപ്തിയും പരിചയപ്പെടുത്തുന്ന ഈ ലോകത്തിന് മറ്റൊരു റെമഡിയും നമുക്ക് കാണാത്ത ഒരു അവസരത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ വിരചിച്ച ഈ യജ്ഞം, അല്ലെങ്കിൽ ഈ ഒരു കനകധാരാസ്തവം അക്ഷരാർത്ഥത്തിൽ ഓരോ ഭവനങ്ങളിലും അനുഗ്രഹമായി തീരട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശങ്കരപാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.